ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോ ഞാൻ ഇതേപോലെ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് സേവ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എടുത്ത് നോക്കിയപ്പോൾ എന്താണെന്നറിയില്ല, വോയിസ് ഓവറൊന്നും കാണുന്നില്ല. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഗൈസ് വാട്ടർ ഒക്കെ കയറുന്നത്. നല്ല അടിപൊളിയാണ്. പിന്നെ സൈഡ് സീറ്റിലൊക്കെ ഇരിക്കണമെങ്കിൽ പൊള്ളിയാണ്. ഈ വ്യൂ അടിപൊളിയാണ്. ഡെയിലി കയറുന്നവർക്ക് ചിലപ്പോൾ ഒന്നും തോന്നില്ല. 1.5 മണിക്കൂറോളം ക്യൂ നിന്നത് വെറുതെ ഇല്ലാന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ മെട്രോ കയറിയിട്ട് നേരെ ഫോട്ടോ ചിക്കാൻ പോയിണ്ടായി. അവിടുന്ന് പിന്നെ ഇവിടെ പോകുന്നുള്ള നല്ല കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ലാസ്റ്റ് ജൂതത്തെരുവിക്ക് പോകാൻ ഈ ഒരു സംഭവം കണ്ട മരത്തുമ്മ കൂടി ഇങ്ങനെ പോകുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഇതിൽ ഭയങ്കര ഉണ്ടായിരുന്നു. നേരിട്ടാണ് വേണ്ടിയിട്ട് ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വീഡിയോ എടുത്താണ്. അവിടെ കുറച്ച് നേരം ചുറ്റി പറ്റുന്നുണ്ട്. ഞങ്ങൾ നേരെ ജൂതത്തെരുവിൽ പോയിണ്ടായിരുന്നു ഗൈസ്. അവിടെ എത്തിയപ്പോൾ ഫുൾ ആൻറ്റി കളക്ഷൻസ് ഒക്കെ ഉള്ള ഷോപ്പുകളാണ് കൂടുതലും. എന്നാലും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഈ കട നല്ല അടിപൊളി ഷോപ്പായിരുന്നു. കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. കുറേ ഒന്നും ഞങ്ങൾ കണ്ടിട്ടും കൂടി ഇല്ല, കേട്ടിട്ടും കൂടി ഇല്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഈ ഗ്രാമഫോൺ മറിച്ച് മാമിക്ക് കണ്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണോ കൊണ്ടുപോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടോ അറിയില്ല. മാമി അത് അവിടെ തന്നെ വെച്ച് ഞാൻ അവിടുത്തെ കത്തിയൊക്കെ എടുത്ത് തുറന്നു നോക്കി. അവിടുത്തെ ചേച്ചിനെ ഇറക്കി വിടാൻ ഞാൻ ഭാഗ്യം ഗൈസ്. ഞാൻ അതുമ്പോൾ തന്നെ ആയിരുന്നു. ഇത് നല്ല അടിപൊളി സാധനമായിരുന്നു. പിന്നെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു. പക്ഷേ കൈമക്കൂടെയൊക്കെ ഇങ്ങനെ വൈബ്രേഷൻ കയറി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ഈ പെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? നമ്മൾ എക്സ്ട്രാ സിനിമയിലെ പോലത്തെ പെട്ടിയാണെന്നാണ് എൻ്റെ ഒരു ഇത്. കുറച്ചേരം കൂടി അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ ലുലു പോയിണ്ടായി ഗൈസ്. അവിടെ ചെന്നപ്പോൾ എങ്ങൂല്ലാത്ത തിരക്ക്, കൊടുക്കാത്ത തിരക്ക്. സ്കൂൾ തുറക്കാറായതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാവരും ലുലു മാളിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ബാഗൊക്കെ നോക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു. ബാഗിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പിള്ളേർക്കൊക്കെ ബാഗൊക്കെ മേടിച്ച് ഞങ്ങൾ ബില്ലടിച്ച് അവിടെ നിൽക്കായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഓഫറിന് നമുക്ക് ബാഗൊക്കെ കിട്ടി. ഇവിടെ പോയാലും വൈകിട്ടാകുമ്പോൾ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ ചായക്കടയിൽ തപ്പിയാണെങ്കിൽ നടക്കണത്. അങ്ങനെ കുറച്ചേരം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചായ കിട്ടി ഗൈസ്. ചായ അങ്ങോട്ട് കുടിച്ചപ്പോൾ കിട്ടിയ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിക്ക് ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ 2 മീറ്റർ ഒന്നിച്ച് പോകണുണ്ട്. പിന്നെ എല്ലാവർക്കും വിശക്കെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒരു ഫ്രൈഡ് റൈസും പിന്നെ നെയ് റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ. ടാറ്റാ.